രാജുവിന് ഋതുമോളോട് ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ അവനത് തുറന്നു പറയില്ല എന്ന് എനിക്ക് തോന്നുന്നേ. അവനത് തുറന്നു പറഞ്ഞാൽ എന്താ? ചെറുപ്പക്കാരനായ ഒരു ധൈര്യമൊക്കെ വേണ്ടേ? ഇത്രയ്ക്ക് പേടിയോ? നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ, അതന്നെ കാര്യം. ഏട്ടനോടുള്ള ബഹുമാനം. എന്തോ സീരിയസ് ഡിസ്കഷൻ ആണല്ലോടാ. അതും നമ്മളില്ലാത്ത തക്കം നോക്കി. അമ്മ അവര് കാണണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ കേൾക്കാം. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഏയ്, അവൻ അടിച്ചേൽപ്പിക്കൊന്നും വേണ്ട. അവനും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. അല്ല, അവനവിടെ കാണാനില്ലല്ലോ. അവനിപ്പോ വരും. ഞാൻ രാജുവിനെ ഒരു കാര്യത്തിന് വിട്ടിരിക്കുക. മുഴുവൻ കേട്ടില്ലല്ലോടാ. രാജുവിനെ കൊണ്ട് എന്തോ സമ്മതിപ്പിക്കുന്ന കാര്യ അവര് പറയുന്നത്. എങ്കിലേ അത് മറ്റേ കാര്യമായിരിക്കുമല്ലോടാ. എന്ത് കാര്യം? ഡാ, അവരുടെ കല്യാണ കാര്യം. രാജു നിന്നെ എടാ, ചെവി വട്ടം പിടിച്ചോ, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിങ്ങനെ കള്ളപ്പുള്ളികളെ പോലെ നിന്നാൽ എങ്ങനെയാമ്മേ? നേരെ അങ്ങോട്ട് ചെന്നാലോ? എടാ, നേരെ ചെന്നാ പറയാനുള്ളത് അവര് പറയത്തില്ല. രാജു, ഞങ്ങളൊരു കാര്യം പറയാനാ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. എന്താ ശേഖരൻ സാറേ? പ്രതാപേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യം. രാജുവിന്റെ അഭിപ്രായം അറിയാനാ പ്രതാപേട്ടൻ ഞങ്ങളെ ചുമതലപ്പെടുത്തി. കാര്യം എന്താണെന്ന് പറയും മാഡം. ഋതുമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന ചേട്ടന്റെ ഉദ്ദേശം. അതും നാട്ടുകാരറിഞ്ഞ് ഗംഭീരമായി. ഋതുമോളുടെ താല്പര്യം അനുസരിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതില് ഏട്ടന് എതിർപ്പില്ല. ഞങ്ങൾ ഈ വിഷയം ഋതുമോളോട് സംസാരിച്ചു. അവള് രാജുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. രാജു എന്തു പറയുന്നു? ഞാൻ രാജു ഒരു തീരുമാനം പറയണം.